ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംകോഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. പൈത്തണിൽ എത്ര കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇൻഡൻറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോനകത്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? Conditional statements are the code construct which can control the code flow. കോഡ് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കൺസ്ട്രക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷനിലും ചിലപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് എന്താ നോക്കാം. നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് മൂന്നെണ്ണമാണ് ഉള്ളത്. ഒന്ന് ഇഫ് ആണ്, മറ്റൊന്ന് എൽസ് ആണ്, മറ്റൊന്ന് എലിഫ് എന്താണ്. ഇതെന്താന്ന് ഓരോന്ന് നോക്കാം. ആദ്യം തന്നെ ഇഫ് നോക്കാം. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആവണമെങ്കിൽ മാത്രം ഒരു കോഡ് ഓഫ് ഒരു ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഓക്കെ, എക്സിന്റെ വാല്യൂ 1 ആണ്. ഇനി ഞാൻ പറയാണ് ഒരു ഇഫ് കണ്ടീഷൻ എഴുതാൻ പോവാ. അതിന്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഇഫ്, ഓക്കെ, അതിനുശേഷം എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ഇത് ഇത് പൈച്ചാമാണ്. അതിനകത്ത് ഓൾറെഡി നമുക്ക് കോഡുകൾക്ക് സജഷൻസ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എനിവേ, നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമുക്ക് ആവശ്യമുള്ള കോഡ് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ എക്സ് ഇത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇത്രയും വേണ്ട, നമുക്കിത് കളയാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാനൊരു കോഡ് ചെയ്തിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ എക്സ് അസൈൻ 1, അതുപോലെ തന്നെ ഇഫ് എക്സ് ഈക്വൽ ടു 1. ഇതെന്താണ് സംഭവം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. ഇത് എന്താണ്, കമ്പയറിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് അല്ലേ, ഈക്വൽ ടു. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇഫ് എക്സ് ഈക്വൽ ടു 1 പ്രിന്റ് x1. നമുക്ക് ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, എക്സ് ഈസ് 1. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ അകത്തുള്ള കോഡ് ബ്ലോക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരു സംശയം, എന്താണ് ഒരു കോഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ? കോഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒന്നുമല്ല, ഒരു കോളന് ശേഷം, ഇപ്പോൾ ഇവിടെ ഒരു കോളൻ നമുക്കുണ്ട്, ഒരു കോളന് ശേഷം എഴുതുന്ന കോഡുകളെല്ലാം, ലൈൻ ഓഫ് കോഡുകളെല്ലാം നമുക്കൊരു കോഡ് ബ്ലോക്ക് എന്നാ പറയാം. ഈ കോളന്റെ അകത്തുള്ള ഈ ഒരു, നമുക്ക് ഒറ്റ ലൈൻ കോഡുള്ളൂ. ഈ ഒരു ലൈൻ ഒരു കോഡ് ബ്ലോക്കാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് നമ്മളൊരു കോഡ് ബ്ലോക്ക് ആയിരിക്കും എഴുതുന്നത്. ആ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവണമെങ്കിൽ, അല്ലെങ്കിൽ അത് റൺ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഫ് എന്ന് പറയുന്നത് ട്രൂ റിട്ടേൺ ചെയ്യണം. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് എന്ന് പറയുന്ന ഇഫിന്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടീഷൻ ആണോ കൊടുത്തേക്കുന്നത്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1. എൻ്റെ കാരണം എന്താ, എക്സിന്റെ വാല്യൂ 1 ആണ്. ഇത് റിട്ടേൺ ചെയ്ത് ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ആയി. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇതിന്റെ വാല്യൂ 2 ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ആവൂല. അതിന്റെ റീസൺ എന്താണ്, ഈ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഫോൾസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇത് റിട്ടേൺ ചെയ്യുന്നത്, ഈ ഇഫ് കണ്ടീഷൻ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്തുള്ള കോഡ് ഇത് എക്സിക്യൂട്ട് ആവില്ല. സപ്പോസ് ഇനി പുറത്ത് നമുക്ക് വേറെ കോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രിന്റ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഫിനിഷ്ഡ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ഒന്ന് റൺ ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വർക്കായിട്ടില്ല. ഇതിന്റെ പുറത്തുള്ള ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വർക്കായി. അതിന്റെ കാരണം ഇഫിന്റെ അകത്ത് എഴുതിയ ഈ കോഡ് ബ്ലോക്ക് ഇത് എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, ഇഫ് കണ്ടീഷന്റെ അകത്ത് നമ്മൾ എന്ത് കോഡ് ബ്ലോക്ക് ആണോ ഉള്ളത്, ആ കോഡ് ബ്ലോക്കിനെ സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ലൈനിലോട്ട് പോകും. ഇവിടെ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞു, ഇവിടെ നമുക്ക് ഇത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും, ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ആവും. ഇത് റൺ ചെയ്താൽ എന്ത് സംഭവിക്കും, രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ കണ്ടീഷൻ ട്രൂ ആയത് കാരണം ഇതിന്റെ അകത്തുള്ള ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വർക്കായി. ഇത് പുറത്ത് എഴുതിയ കാരണം ഇഫ് കണ്ടീഷന്റെ പുറത്തോട്ട് വന്നപ്പോൾ അവിടെ പ്രിന്റ് ഉണ്ടായിരുന്നു. ആ പ്രിന്റ് ഫിനിഷ്ഡും കൂടെ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണ് എൽസ് എന്ന് നോക്കാം. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്.
എൽസ് എപ്പോഴും ഇഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് അവിടുത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. സോ എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എൽസ് എന്ന് പറഞ്ഞാൽ ഇഫ് വർക്ക് ആയിട്ടില്ല അല്ലെങ്കിൽ ഇഫിന്റെ അകത്തുള്ള കോഡ് ഓഫ് ബ്ലോക്ക് വർക്ക് ആയിട്ടില്ലെങ്കിൽ എൽസിലോട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ട്രൂ ആണെങ്കിൽ ഇഫ് ഫോൾസ് ആണെങ്കിൽ മാത്രമേ എൽസ് വർക്ക് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു എൽസ് ബ്ലോക്ക് ഇട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എഴുതുന്നു. ഓക്കെ, സിമ്പിൾ. ഇവിടെ നമ്മൾ ഈ ഒരു കോഡ് നോക്കാം. ഇപ്പൊ ഇതിൻ്റെ അകത്ത് എക്സ് ഇസ് ഈക്വൽ ടു 1 അങ്ങനെയാണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും. ഇനി എൽസ് ആണെങ്കിൽ ഇവിടെ എക്സ് ഇസ് നോട്ട് 1. സോ നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്, കാരണം എക്സിന്റെ വാല്യൂ 1 ആണ്. ഇത് ട്രൂ ആണ്. ട്രൂ ആയത് കാരണം ഈ ഒരു കോഡാണ് വർക്ക് ആയത്, ഈ ഒരു കോഡ് വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, സോ എൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഇഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇഫ് ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇഫ് ഫോൾസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എൽസ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ റൺ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, എക്സ് ഇസ് 1 എന്ന് കിട്ടി, അതുപോലെ ഫിനിഷ്ഡ് കിട്ടി. എന്ത് സ്കിപ്പായി, എൽസ് സ്കിപ്പായി. കാരണം എന്താ, ഇഫ് ട്രൂ ആയി. ഇഫ് ട്രൂ ആയപ്പോൾ ഇഫിന്റെ അകത്തുള്ള ബ്ലോക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, എൽസ് വർക്ക് ചെയ്യത്തില്ല. ഇനി നമുക്കിത് 2 ആക്കി നോക്കി എന്താ സംഭവിക്കും, ഇവിടെ വരും. ഇവിടെ എന്താ സംഭവിക്കുക, ഇത് ട്രൂ അല്ല, ഇത് ഫോൾസ് ആണ്. സോ ഇത് എക്സിക്യൂട്ട് ആവത്തില്ല, നേരെ എൽസിലോട്ട് വരും. എൽസിന്റെ അകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ആവും. സോ നമുക്ക് റൺ ചെയ്യാം. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് എക്സ് ഈസ് നോട്ട് 1 ആൻഡ് ഫിനിഷ്ഡ്. വെരി സിമ്പിൾ. ഓക്കെ, ഇനി എന്താണ് എലിഫ്? എലിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഫും എൽസും അല്ലാത്ത കണ്ടീഷൻ വരും അല്ലേ. അതായത് ഇഫിന്റെ അകത്തുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, അപ്പൊ തന്നെ നമുക്ക് എൽസിലോട്ട് വരേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെയും കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് എലിഫ് ചെക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ലെസ് ദാൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചത്, എക്സിന്റെ വാല്യൂ 2 ആണ്. സോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് ലെസ് ദാൻ 1. ഓക്കെ, ഇഫ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഈസ് ലെസ് ദാൻ 1. ഓക്കെ, ഇത് റൺ ചെയ്ത് നോക്കുക. ഇതിൽ ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്ത് മിസ്റ്റേക്കാണ്, ഇവ എക്സിന്റെ വാല്യൂ 2 ആണ്. സോ നമ്മൾ പറയാണ്, ഓക്കെ, ഇതിൽ ലോജിക്കൽ മിസ്റ്റേക്ക് ഇല്ല. എക്സ് ഈസ് ഓക്കെ. ഓക്കെ, ഇപ്പൊ നോക്കി. ഓക്കെ, ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ 1 കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യാം. ഓക്കെ, ഇത് റൺ ചെയ്ത് ഇതിൽ ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്, എക്സിന്റെ വാല്യൂ 1 ആണ്, പക്ഷെ നമ്മൾ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നുള്ളൂ, എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ എസ് ഇസ് ലെസ് ദാൻ 1. സോ എക്സിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഇത് വന്നില്ല. പക്ഷേ ഇവിടെ എൽസ് പാർട്ടിൽ എന്താ ഉള്ളത്, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇത് ആക്ച്വലി തെറ്റാണ്. കാരണം എക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ 1 അല്ല, എക്സ് 1 തന്നെയാണ്. സോ 1നേക്കാട്ടിലും ചെറുതായെന്ന് വെച്ച് അതിന്റെ അർത്ഥം 1നേക്കാൾ വലുതാണെന്നല്ല. അതിന്റെ ഇടയ്ക്കൊരു കണ്ടീഷൻ ഉണ്ട്, ആ വാല്യൂ എന്താകാം, 1ഉം ആകാം അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു കണ്ടീഷൻ ഇവിടെ കൊണ്ടുവരാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. സോ ഇവിടെ എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, എക്സിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാണോ നോക്കുന്നു, അല്ല. അപ്പോൾ ഇവിടുത്തെ ഈ കോഡ് ഓഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആകത്തില്ല. നേരെ ഇവിടെ വരും. ഇവിടെ എത്തുമ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണോ നോക്കും, അതെ, രണ്ടും ഈക്വൽ ടു 1 ആണ്. സോ അതുകൊണ്ട് ഇത് പ്രിന്റ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കത്തില്ല, എൽസ് എടുക്കത്തില്ല. ഓക്കെ, സോ ആദ്യത്തെ പ്രിഫറൻസ് ഇഫിനാണ്. ഇഫിൻ്റെ അകത്ത് വാല്യൂ സാറ്റിസ്ഫൈ ആവുമോ നോക്കും, ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എലിഫ് നോക്കും, അതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ ആ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ആവും, ഈ ഒരു കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. അപ്പോഴും എൽസ് വർക്ക് ആവത്തില്ല. സോ എൽസ് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ, എൽസ് വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇഫിൻ്റെ അകത്തുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല, എലിഫിന്റെ അകത്തുള്ള കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എൽസ് വർക്ക് ചെയ്യത്തുള്ളൂ. സോ എൽസ് വർക്ക് ചെയ്യാനുള്ള ഒരൊറ്റ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതും വർക്ക് ആവാൻ പാടില്ല, ഇതും വർക്ക് ആവാൻ പാടില്ല. വർക്ക് ആവാൻ പാടില്ല ഇൻ ദ സെൻസ് ഇത് 2 റിട്ടേൺ ചെയ്യാൻ പാടില്ല, ഇതും 2 റിട്ടേൺ ചെയ്യാൻ പാടില്ല. സോ നമ്മളൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് 2 ആയിരുന്നെങ്കിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ, ഇവിടെ എവിടെ വന്നു, ഇഫ് എൽസിലോട്ട് വന്നു. അതെന്ത് കാരണമാണ്, ആദ്യം ഇവിടെ വരും, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും എക്സ് 1നേക്കാൾ ചെറുതാണോ, അല്ല. സോ ഇത് എക്സിക്യൂട്ട് ആകത്തില്ല. നേരെ ഇവിടെ വരും, ഇവിടെ നിന്ന് എന്ത് ചെയ്യും, എക്സ് ഈക്വൽ ടു 1 ആണോ ചോദിക്കും, അപ്പോഴും അതുമല്ല. എങ്കിൽ നമുക്ക് എന്ത് പറയാം,
ഓക്കെ, എങ്കിലത് എന്താണ്, എക്സ് വണ്ണിനേക്കാളും വലിയൊരു നമ്പർ ആണെന്ന് മനസ്സിലാവും. സോ അവസാനമായിട്ട് ഫിനിഷ്ഡ് കൂടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ അതിവിടെ എപ്പോഴും വരും. സോ ഇത്രയേ ഉള്ളൂ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. സോ ഇതിൻ്റെ അകത്ത് ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളത്, എന്താണ് പൈത്തണിലെ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡന്റേഷൻ പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നു, ഒന്നുകൂടെ പറയാം. സോ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളത്തിന് ശേഷം വരുന്ന കോഡിനെയാണ് നമ്മൾ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു ലൈനേ ഉള്ളൂ. ഓക്കെ, സപ്പോസ് ഞാനിത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു 3-4 ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഒരു 0 കൊടുക്കാം. ഓക്കെ, ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കും ഇത് 3 തവണ പ്രിന്റ് ആയിട്ടുണ്ട്. കാരണം എന്താ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അല്ലെങ്കിൽ ഇത് ട്രൂ ആയി. അത് കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ കോഡുകളും വർക്കായി. സോ ഇതിൻ്റെ അകത്തുള്ള എല്ലാ കോഡുകളും ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. സോ ഇനി എന്താണ് ഇൻഡന്റേഷൻ? ഇൻഡന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ അകത്ത് കീപ്പ് ചെയ്യുന്ന സ്പേസിനെയാണ്, അല്ലെങ്കിൽ ടാബിനെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കറിയാം, നമ്മളിവിടെ കീപ്പ് ചെയ്തേക്കുന്നത് എന്താണ്, 4 സ്പേസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ടാബാണ്. ഇവിടെയും ഒരു ടാബാണ്, ഇവിടെ ഒരു ടാബാണ്. സോ പൈത്തണിൻ്റെ അകത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഡന്റേഷൻ. കാരണം പൈത്തണിൻ്റെ അകത്ത് നമുക്ക് കേളി ബ്രേസസുകളൊന്നുമില്ല. സോ നമ്മൾ ജാവ ആണെങ്കിലോ അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് ആണെങ്കിലോ ഒക്കെ നമുക്ക് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് കേളി ബ്രേസിൻ്റെ അകത്താണ്. സോ ഒരു കേളി ബ്രേസിൻ്റെ അകത്തുള്ള കോഡുകളെല്ലാം ഒരു ബ്ലോക്ക് ഓഫ് കോഡായിരിക്കും. പൈത്തണിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ സ്പേസ് അല്ലെങ്കിൽ ഇൻഡന്റേഷൻ ആണ് ഇതിൻ്റെ അകത്ത് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ തീരുമാനിക്കുന്നത്. സോ പൈത്തണിൻ്റെ അകത്തുള്ള റൂളാണ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ അകത്ത് കീപ്പ് ചെയ്യുന്ന ഇൻഡന്റേഷൻ സെയിം ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണിൻ്റെ അകത്ത് ഇവിടെ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഒരു ടാബാണ്. ആക്ച്വലി ടാബ് ഇടണം നിർബന്ധമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതിനെ പിറകോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ ഒരു സ്പേസ് മാത്രം ഇട്ടാൽ മതി. 1 സെക്കൻഡ്. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് മാത്രം ഇട്ടാൽ മതി. അപ്പോഴും അത് എന്ത് ചെയ്യും, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്, സോ ഇവിടെ ഒരു കോളം ഉണ്ട്, ആ കോളത്തിന് താഴെയുള്ളതെല്ലാം ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. ഈ ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡന്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്പേസ് ആണ്. ഇത് മറ്റൊരു ബ്ലോക്ക് ഓഫ് കോഡാണ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടാബാണ്. സോ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂ ഒന്നും കാണുന്നില്ല. സോ അതിൻ്റെ അർത്ഥം, നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് പല ഇൻഡന്റേഷനും ഉപയോഗിക്കാം, പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഒരു ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ അകത്ത് ഒരു ഇൻഡന്റേഷൻ മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പേസ് ആണുള്ളത്, ഇവിടെ ടാബ് ആണുള്ളത്, രണ്ടും പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. നമുക്ക് വേണമെങ്കിൽ 1 മോർ ടാബ് കൊടുക്കാം. സോ ഇവിടെ സ്പേസ് ആണ്, ഇവിടെ ഒരു ടാബാണ്, ഇവിടെ 2 ടാബാണ്. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യാതൊരു ഇഷ്യൂ കാണത്തില്ല, അത് വർക്കാവും. കാരണം എന്താണ്, ഓരോ ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ അകത്തും ഇൻഡന്റേഷൻ കറക്റ്റ്ലി നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സ്പേസ് ആയിരുന്നെങ്കിൽ റെസ്റ്റ് ഓഫ് കോഡിന് നമ്മൾ എന്ത് ചെയ്യണം, സ്പേസ് ഇടണം. ഇവിടെ ടാബ് ആയിരുന്നെങ്കിൽ, ഇവിടെ സപ്പോസ് ഇവിടെ വേറൊരു വാല്യൂ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും നമ്മൾ എന്താണോ ആദ്യത്തെ ലൈൻ ഓഫ് കോഡിന്, അല്ലെങ്കിൽ ആദ്യത്തെ ലൈന് കൊടുത്ത ഇൻഡന്റേഷൻ, അത് തന്നെ ആയിരിക്കണം ഇവിടെ ഇടേണ്ടത്. ഇനി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് രണ്ടും മിക്സപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു സ്പേസ് ഇട്ടു, ഇവിടെ ഞാനൊരു ടാബ് ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഇതൊരു ബ്ലോക്ക് ഓഫ് കോഡാണ്. ഈ ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ അകത്ത് ആദ്യത്തെ ലൈന് നമ്മൾ ടാബാണ് കൊടുത്തേക്കുന്നത്, രണ്ടാമത്തെ ലൈനിൽ നമ്മൾ സ്പേസാണ് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്തെങ്കിലും എറർ കിട്ടുമോ? യെസ്, കിട്ടി. ഇൻഡന്റേഷൻ എറർ. എവിടെയാണ് ഇൻഡന്റേഷൻ എറർ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെയാണ്. സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ അകത്ത് ആദ്യത്തെ ലൈൻ നമ്മൾ ടാബ് കൊടുത്തിരുന്നെങ്കിൽ, ഇവിടെയും നമ്മൾ എന്ത് തന്നെ കൊടുക്കണം, ടാബ് തന്നെ കൊടുക്കണം. സോ 4 സ്പേസ് കൊടുക്കണം. ഇനി റൺ ചെയ്ത് നോക്കാം, ഇവിടെ നമുക്ക് ഇഷ്യൂ ഇല്ല. സോ എന്താണ് ഇൻഡന്റേഷൻ? ഇത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് എങ്ങനെയൊക്കെയാണ് വർക്കാവുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡന്റേഷനിലെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.